Friends, welcome back to our channel Wealthy Life. 28 മെയ് 2021 ട്രേഡിംഗ് സെഷനിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു. അതായത് ഇന്നത്തെ ദിവസം ഈ സ്റ്റോക്കിൽ 6% പ്രൈസ് ഹൈക്കാണ് കാണാൻ സാധിച്ചത്. വളരെ കാലമായി കൺസോളിഡേഷൻ ഫേസിലായിരുന്ന ഈ സ്റ്റോക്കിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് വന്നത്. സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതും വരും ദിവസങ്ങളിൽ റിലയൻസ് എന്ന സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ള ഒരു പോസിറ്റീവ് മൊമെൻറ്റം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി സാധാരണഗതിയിൽ റിലയൻസ് ഇൻഡസ്ട്രീസിനെ മാർക്കറ്റ് മൂവർ എന്നാണ് വിളിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയെ, അതായത് നിഫ്റ്റി 50യെ അതിൻ്റെ ഓൾ ടൈം ഹൈയിലേക്ക് എത്തിച്ചതിലും റിലയൻസിന് നല്ല രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. റിലയൻസിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 1990 രൂപ എന്ന റേഞ്ചിലാണ് ഈ സ്റ്റോക്ക് ഓപ്പൺ ചെയ്തത്. സ്റ്റോക്ക് ഇൻട്രാഡേ ഹൈ ആയി 2105 രൂപ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. അതായത് ഏകദേശം 100 പോയിൻറ്റിനടുത്തുള്ള മൂവ്മെൻറ്റ് നമ്മൾക്ക് ഇന്നത്തെ ദിവസം മാത്രം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. കൂടാതെ സ്റ്റോക്കിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ ഏകദേശം 28.33% ഡെലിവറിയും ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസിൽ ഇത്രയും നല്ല ഒരു മൊമെൻറ്റം വന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ വളരെ കാലമായി നല്ല രീതിയിൽ പെർഫോം ചെയ്യാതിരുന്ന സെക്ടറായ ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ ചില വാല്യുവേഷൻ അല്ലെങ്കിൽ ഓയിൽ ടു കെമിക്കൽ സെക്ടറിൽ ചില പോസിറ്റീവ് ന്യൂസുകൾ വരികയും അതുവഴി സ്റ്റോക്കിൻ്റെ എൻ്റയർ വാല്യുവേഷനിലും എബിറ്റയിലും നല്ല രീതിയിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസികൾ റിലയൻസ് ഇൻഡസ്ട്രീസിന് വളരെ ഉയർന്ന ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ റിലയൻസിൽ ഇന്ന് ഇത്രയും വലിയ മൊമെൻറ്റം വരുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളും അതുപോലെ തന്നെ ഒരു പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസി റിലയൻസിന് നൽകിയ ടാർഗറ്റിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൽ കാണാൻ സാധിച്ച 6% പ്രൈസ് ഹൈക്ക് റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഡിജിറ്റൽ ബിസിനസ്, റീറ്റെയിൽ ബിസിനസ്, അതുപോലെ തന്നെ പെട്രോ കെമിക്കൽ സെക്ടർ ബിസിനസ്, ഈ 3 ബിസിനസ്സിലും വരാൻ പോകുന്ന മൊമെൻറ്റത്തിൻ്റെ ഇയർലി ഇൻഡിക്കേഷനായിട്ട് തന്നെ കണക്കാക്കാം. അതായത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2020 ഏപ്രിൽ മാസം മുതൽ റിലയൻസിൻ്റെ പെട്രോ കെമിക്കൽ സെക്ടറിൽ വളരെ വലിയ ന്യൂസുകളൊന്നും വന്നിട്ടില്ല. ആകെ കൂടി വന്ന ന്യൂസ് സൗദി അരാംകോ ഡീലുമായിട്ടുള്ള അല്ലെങ്കിൽ ഡീൽ റിലേറ്റഡ് ആയിട്ടുള്ള നെഗോഷിയേഷൻ ടൈപ്പ് ന്യൂസുകൾ മാത്രമായിരുന്നു. അതേസമയം റിലയൻസിൻ്റെ ഡിജിറ്റൽ സെക്ടറും അതുപോലെ തന്നെ റീറ്റെയിൽ സെക്ടറും പരിശോധിക്കുകയാണെങ്കിൽ ഈ 2 സെക്ടറിലും പുതിയ ഡീലുകളും അതുപോലെ തന്നെ ഒരുപാട് പോസിറ്റീവ് ന്യൂസുകളും കാണാൻ സാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് റിലയൻസിൻ്റെ സ്റ്റോക്കിൽ 2020 ഏപ്രിൽ മാസം മുതൽ നല്ല രീതിയിലുള്ള ഒരു റാലി ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ സിറ്റുവേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പെട്രോ കെമിക്കൽ പ്രോഡക്റ്റുകളുടെ വില കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയത് റിലയൻസിൻ്റെ പെട്രോ കെമിക്കൽ സെക്ടറിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും പോളിമറിൻ്റെ പ്രൈസ് വളരെ ഉയർന്ന നിലയിലേക്ക് എത്തിയത് കഴിഞ്ഞ 10 വർഷത്തിൻ്റെ റേറ്റ് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തിയത് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. കാരണം റിലയൻസിൻ്റെ എൻ്റയർ പെട്രോ കെമിക്കൽ ബിസിനസ്സിൻ്റെ 45% പോളിമർ ബേസ്ഡ് ബിസിനസ്സാണ്. ഇതുമൂലം പ്രമുഖ ബ്രോക്കേജിംഗ് ഏജൻസിയായ, അതായത് പ്രമുഖ ഫോറിൻ ബ്രോക്കേജ് ഏജൻസിയായ ജെഫ്രീസ് റിലയൻസിന് ഏകദേശം 2580 രൂപയുടെ ബേസ് ടാർഗറ്റും അതുപോലെ തന്നെ 3150 രൂപയുടെ അപ്സൈഡ് ടാർഗറ്റുമാണ് നൽകിയത്. അതായത് 2000 രൂപ എന്ന റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസുമായി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 59%-ഓളമുള്ള അപ്സൈഡ് മൂവ്മെൻ്റാണ് ജെഫ്രീസ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ജെഫ്രീസ് ഇത്രയും വലിയ ഒരു ടാർഗറ്റ് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പോളിമർ സെക്ടർ അല്ലെങ്കിൽ പോളിമർ ബിസിനസ്സിലുണ്ടായിരിക്കുന്ന വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് തന്നെയാണ്. പ്രത്യേകിച്ചും പോളിമർ സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റും അതുപോലെ തന്നെ റോ പ്രോഡക്റ്റും തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസ് ഏറ്റവും കൂടിയ ഈ സാഹചര്യത്തിൽ പെട്രോ കെമിക്കൽ സെക്ടർ കമ്പനികൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് മാർജിൻ ജനറേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കമ്പനിയുടെ പെട്രോ കെമിക്കൽ സെക്ടർ ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചെയ്യുന്നതിനും വേണ്ടി ഇത് സഹായിക്കും. ജെഫ്രീസിൻ്റെ എസ്റ്റിമേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പെട്രോ കെമിക്കൽ സെക്ടറിലെ എബിറ്റ 50%-ഓളം വർദ്ധിക്കാനുള്ള പോസിബിലിറ്റിയാണ് ജെഫ്രീസ് കാണുന്നത്. ഇതുവഴി കമ്പനിയുടെ കൺസോളിഡേറ്റഡ് എബിറ്റയിൽ 14%-ഓളമുള്ള അപ്സൈഡ് മൂവ്മെൻ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് റിലയൻസിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ നല്ല രീതിയിലുള്ളൊരു മൊമെൻറ്റം കാണുന്നത്. അതോടൊപ്പം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം റിലയൻസ് വരും സമയങ്ങളിൽ അതിൻ്റെ പെട്രോ കെമിക്കൽ സെക്ടറിനെ സൗദി അരാംകോയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പെട്രോ കെമിക്കൽ സെക്ടറിലെ പെട്രോളിയം പ്രോഡക്റ്റുകളുടെ വില വർദ്ധിക്കുന്നതും പെട്രോ കെമിക്കൽ സെക്ടറിൻ്റെ പെർഫോമൻസ് വർദ്ധിക്കുന്നതും ഫ്യൂച്ചറിൽ റിലയൻസിന് ഒരുപാട് മോണിറ്ററി ബെനിഫിറ്റ് നൽകുകയും ചെയ്യും. ഇനി
അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി നമ്മൾ BPCLൻ്റെ അതുപോലെ തന്നെ BPCL റിലേറ്റഡ് ആയിട്ടുള്ള പല PSU ഓയിൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ റിഫൈനറിങ് കമ്പനീസിൻ്റെ Q4 റിസൾട്ട് അനാലിസിസ് ചെയ്തതാണ്. BPCLൻ്റെ തന്നെ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിൽ കമ്പനി ലോസിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ മാർജിൻ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാർജിനും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ റിറ്റെയിൽ പെട്രോളിയം സെക്ടർ അല്ലെങ്കിൽ റിഫൈനറി സെക്ടറിലെ ഏറ്റവും വലിയ കമ്പനിയായ റിലയൻസിനും ഈ പെട്രോകെമിക്കൽ പ്രോഡക്റ്റുകളുടെ മാർജിൻ വർദ്ധിക്കുന്നതുകൊണ്ടും നല്ല രീതിയിലുള്ള ഒരു റിട്ടേൺ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, COVID-19 പാൻഡമിക്കിന് ശേഷം എക്കോണമിക് റിക്കവറിയിൽ മെറ്റൽ സെക്ടർ വളരെ നന്നായി പെർഫോം ചെയ്തു. മെറ്റൽ സെക്ടറിനോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് സെക്ടറും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അതായത് പോളിമറിൻ്റെയും അതുപോലെ തന്നെ പോളിസ്റ്ററിൻ്റെയും ഉപയോഗം വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഈ രണ്ട് സെക്ടറിൻ്റെയും ഡിമാൻഡ് വർദ്ധിക്കുന്നത് പ്ലാസ്റ്റിക് സെക്ടറിലും നല്ല രീതിയിലുള്ളൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാക്കും. പ്രത്യേകിച്ചും കൺസ്യൂമർ ഡ്യൂറേബിൾ ഗുഡ്സിൻ്റെ ഡിമാൻഡ് കൂടുന്ന ഈ സാഹചര്യത്തിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് പോളിസ്റ്റർ സെക്ടറിലുള്ള ഗ്രോത്തിൻ്റെ ഇമ്പാക്റ്റ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിനെയാണ് സഹായിക്കുന്നത്. പ്രത്യേകിച്ചും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ കാണുന്ന ഹൈ ലിക്വിഡിറ്റിയും അതുപോലെ തന്നെ ലോ ഇൻട്രസ്റ്റ് റേറ്റും പേഴ്സണൽ കൺസപ്ഷനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഈ പേഴ്സണൽ കൺസപ്ഷൻ്റെ അഡ്വാൻറ്റേജ് ടെക്സ്റ്റൈൽ സെക്ടറിലും ഉണ്ടാകും. ഇത് ഇൻഡയറക്റ്റ്ലി റിലയൻസിൻ്റെ റീറ്റെയിൽ സെക്ടറിനെ സഹായിക്കുന്ന ഒരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി നമ്മൾ റിലയൻസിൻ്റെ ജിയോ സെക്ടർ അല്ലെങ്കിൽ ഡിജിറ്റൽ സെക്ടറിനെ സഹായിക്കുന്ന ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇനി നമ്മൾക്ക് റിലയൻസ് ജിയോ റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് കടക്കാം. അതായത് ഇന്ത്യയുടെ വളർന്നു വരുന്ന ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്പേസിൽ റിലയൻസിൻ്റെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി റിലയൻസ് ജിയോ, ഗൂഗിൾ, ഫേസ്ബുക്ക് കൂടാതെ ഇൻഫിബീം അവന്യൂ എന്ന ഫൈൻടെക് കമ്പനി ഈ കമ്പനികളെല്ലാം ചേർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ന്യൂ അംബർല എൻറ്റിറ്റിയുടെ ഭാഗമാകാൻ പോവുകയാണ്. ഇതിൻ്റെ പ്രാരംഭ നടപടി എന്ന വണ്ണം റിലയൻസ് എന്ന കമ്പനിയും അതുപോലെ തന്നെ ഇൻഫിബീം അവന്യൂ എന്ന കമ്പനിയും ചേർന്ന് റീറ്റെയിൽ പേയ്മെൻറ്റ് ലൈസൻസിന് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ റിലയൻസ് ജിയോയുടെ ബിസിനസ് എക്സ്പാൻഷൻ ന്യൂസ് തന്നെയാണ് മുന്നിലേക്ക് വരുന്നത്. റിലയൻസ് ജിയോ അതിൻ്റെ ഏരിയ അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റ് സ്പേസിലേക്ക് കൂടി എൻ്റർ ചെയ്യുകയാണ്. ഇതും റിലയൻസ് ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ഔട്ട്കം തന്നെയാണ്. അതായത് റിലയൻസിൻ്റെ ഡിജിറ്റൽ സെക്ടർ, പെട്രോകെമിക്കൽ സെക്ടർ, അതുകൂടാതെ റീറ്റെയിൽ സെക്ടർ ഈ 3 സെക്ടറിലെയും ഗ്രോത്ത് പോസിബിലിറ്റി മുന്നിൽ കണ്ട് തന്നെയാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് റിലയൻസിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് മൊമെൻറ്റം കാണാൻ സാധിച്ചത്. ഇനി നമ്മൾക്ക് റിലയൻസിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി വീക്ക്ലി ചാർട്ട് അനാലിസിസ് ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതായത് 2020 ഏപ്രിൽ മാസത്തിൽ ഈ സ്റ്റോക്ക് 880 രൂപ പ്രൈസ് റേഞ്ചിലായിരുന്നു ഈ സ്റ്റോക്ക് ഉള്ളത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ വളരെ വലിയ ഒരു റാലി നമ്മൾക്ക് കാണാൻ സാധിച്ചു. 880 രൂപ എന്ന റേഞ്ചിൽ നിന്നും സ്റ്റോക്ക് 2300 രൂപ എന്ന റേഞ്ചിലേക്ക് ഉള്ള ഒരു റാലിയും ആ റാലിക്ക് ശേഷം ടൈം ബേസ്ഡ് കൺസോൾട്ടേഷനും അതുപോലെ തന്നെ പ്രൈസ് റേഞ്ച്ഡ് കൺസോൾട്ടേഷനും നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതായത് 2020 സെപ്റ്റംബർ മാസത്തിന് ശേഷം നിഫ്റ്റിയിൽ വന്ന വലിയ റാലിയിൽ റിലയൻസ് ഒട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും US പ്രസിഡന്റ് ഇലക്ഷനും അതുപോലെ തന്നെ എക്കണോമി റിക്കവറി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളിലൊന്നും റിലയൻസിൻ്റെ ഒട്ടും സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഒട്ടും പ്രാതിനിധ്യം ഇല്ലായിരുന്നു. അതിനുശേഷം റിലയൻസിൻ്റെ ചാർട്ട് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ സ്റ്റോക്കിൻ്റെ 50 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ലൈൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഈ സ്റ്റോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ 50 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് പരിശോധിക്കുകയാണെങ്കിൽ 1850 രൂപ റിലയൻസിൻ്റെ ഫസ്റ്റ് സപ്പോർട്ട് സോണും അതുപോലെ തന്നെ രണ്ടാമത്തെ സപ്പോർട്ട് സോണായിട്ട് ഏകദേശം 1925 രൂപയുമാണ്. ഈ രണ്ട് സപ്പോർട്ട് സോണിലും റിലയൻസ് വന്ന് സപ്പോർട്ട് എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചു. ഇനി റിലയൻസിൻ്റെ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2225 മുതൽ 2250 രൂപ വരെയുള്ള റീജിയനാണ് റിലയൻസിൻ്റെ റെസിസ്റ്റൻസ് റീജിയൻ. ഈ റീജിയനിലും റിലയൻസ് 2 മുതൽ 3 പ്രാവശ്യം വരെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നും റീട്രേസ് ആവുകയാണ് ചെയ്തത്. അതായത് 2020 ഏപ്രിൽ മാസം മുതൽ 2020 സെപ്റ്റംബർ മാസം വരെയുള്ള റാലി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 800 രൂപയിൽ നിന്നും സ്റ്റോക്ക് 2300 രൂപ എന്ന റേഞ്ചിലേക്ക് അല്ലെങ്കിൽ 800 രൂപയുടെ ഇരട്ടിയിലധികമുള്ള ഒരു റാലി നമ്മൾക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷമുള്ള ടൈം റേഞ്ച് കൺസോൾട്ടേഷന് ശേഷം ജെഫ്രീസ് ഈ സ്റ്റോക്കിന് നൽകിയ ടാർഗറ്റ് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 1.5 ടൈംസിനോടനുബന്ധിച്ചുള്ള ഒരു റാലി ഈ സ്റ്റോക്കിൽ വരേണ്ടതാണ്. ഇനി സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിലാണ് ഇന്നത്തെ ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത്. അതായത് പ്രീവിയസ് ക്യാൻഡിൽ പാറ്റേണുകൾ നമ്മൾ നോക്കുകയാണെങ്കിലും 20 വീക്ക് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴെല്ലാം സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു റാലി നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ റാലി സ്റ്റോക്കിനെ അതിൻ്റെ നിയർ ടൈം റെസിസ്റ്റൻസ് ആയ 2200 രൂപ വരെയുള്ള റേഞ്ചിൽ, അതായത് ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ ഫേവറബിൾ ആണെങ്കിൽ സ്റ്റോക്ക് ഇതേ റേഞ്ചിൽ എത്തുമെന്ന് തന്നെ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്